ബിഗ് ബോസിൽ വന്നിട്ടുള്ള റീ എൻട്രികളിൽ മുക്കാൽ ഭാഗം പേരും ടാർഗറ്റ് ചെയ്തത് അനുമോളയാണെന്നുള്ളത് നമുക്ക് വളരെ വിസിബിളായിട്ട് കഴിഞ്ഞ 2-3 ദിവസത്തെ വീഡിയോസിൽ നിന്നും അല്ലെങ്കിൽ എപ്പിസോഡ്സിൽ നിന്നും ലൈവിൽ നിന്നൊക്കെ മനസ്സിലായതാണ്. ഇപ്പം അനുമോളുടെ പ്ലാച്ചിയെ ഇതേ വീണ്ടും കുശുമ്പും കുന്നായ്മയും സഹിക്കാൻ പറ്റാതെ ആരോ കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ആരാണ് കെട്ടിത്തൂക്കിയെന്നൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ ആര്യനാണ് അനുമോളെ വിളിച്ചുകൊണ്ട് പോയിട്ട് അത് കാണിക്കുന്നത്, ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അനുമോൾ പെട്ടെന്ന് കയറി ബെഡിൽ കയറി അത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആര്യൻ്റെ അടുത്ത് ചോദിക്കണം. ആര്യൻ എന്നിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്, ഒരുമാതിരി കൊലച്ചിരി പോലെ ആയിരുന്നു ആര്യൻ ചിരിക്കുക. അപ്പോൾ അനുമോളും ചോദിക്കുന്നുണ്ട്, ഏട്ടാ നീയാണോ ഇത് എടുത്തത്, നീയാണോ ഇത് ചെയ്തത്? അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ചെയ്യുന്നത്, ഞാനിവിടെ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയല്ല, ഞാനിവിടെ ഗസ്റ്റാണ്, ഔട്ടായിപ്പോയ ഒരാളാണ്. അപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന ഒരാളെന്ന നിലയിൽ, മത്സരാർത്ഥി അല്ലാത്ത നിലയിൽ ഞാൻ എന്തിനാ നിൻ്റെ ഇത് ചെയ്യണം എന്നുള്ള രീതിയിൽ ആരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്ന ആരും ഇത് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ആരാണെങ്കിലും ഞാൻ ആരുടെ ഒരു കാര്യം എടുക്കാൻ പോകാറില്ല. ആരുടെയും സ്പ്രേയോ പെർഫ്യൂമോ അവരുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഞാൻ തൊടാൻ പോകാറില്ല. ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരു പ്രശ്നത്തിനും പോകത്തില്ല. പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് ഈ ശത്രുത കാണിക്കുന്നത്, എന്നോട് എന്തിനാണ് ഈ ചെയ്യുന്നത്, ഇതിനെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണമാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആരും പറയുന്നുണ്ട്, ഞാൻ കെട്ടിത്തൂക്കിയിട്ടത് കാല് വെച്ചിട്ടായിരുന്നു, കാലിലായിരുന്നു ഞാൻ കെട്ടിത്തൂക്കിയത്, ഇത് തലയല്ലേ, ഇത് ആത്മഹത്യ ചെയ്ത പോലെയല്ലേ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്, ഇത് ഞാനല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പം നമ്മുടെ മുൻഷിച്ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. മുൻഷിച്ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മുൻഷിച്ചേട്ടൻ പറയുന്നത്, മുൻഷിച്ചേട്ടനോട് പറയാണ് ആര്യൻ, ചേട്ടൻ കണ്ടോ ഞാനിത് കെട്ടിത്തൂക്കുന്നത്, ഇത് ഞാനാണോ കെട്ടിത്തൂക്കിയത്, ഞാനല്ലല്ലോ എന്ന് പറയുമ്പോൾ ചേട്ടൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചേട്ടൻ ഇപ്പോൾ ഇതൊക്കെ ഒരു തമാശയല്ലേ. പക്ഷേ അനുമോളെ സംബന്ധിച്ച് അനുമോൾക്ക് ഇത് വലിയൊരു സീരിയസ് ആണ്. പക്ഷേ ആ ചെയ്തവരാരായാലും അവരുടെ കണ്ണിങ് മൈൻഡ് എനിക്ക് തോന്നുന്നു അത് അപ്പാനിയാണെന്ന്. കാരണം അപ്പാനിക്ക് മാത്രമേ ഇമാതിരി ചട്ടത്തരം ചെയ്യാൻ ഉള്ള ഒരു ഗട്ട്സ് ഉള്ളൂ. അവിടെ ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേരെ ചെയ്യത്തില്ലേ, അതേമാതിരി അങ്ങ് എന്താ പറയുക, പുള്ളിക്ക് കൂടെ സഹിക്കാൻ പറ്റത്തില്ല. ആ ആൾ എങ്ങനെയെങ്കിലും തകരണം. ഓൾറെഡി അവരതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു, അനുമോളെ നമുക്ക് തകർക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും തകരത്തില്ല. അപ്പോൾ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്ത് അനുമോളെ തകർക്കണം എന്ന് ഒറ്റ മനസ്സേ ഉള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ കെട്ടി തൂക്കിക്കഴിഞ്ഞാൽ അനുമോൾ കുറച്ച് തകരുമല്ലോ. അപ്പോൾ നമ്മുടെ ആരും പറയുന്നുണ്ട്, ബാ നമുക്ക് പോയി ചോദിക്കാമെന്ന് പറയുമ്പം അനുമോൾ പറയണം, എനിക്കതൊന്നും ചോദിക്കേണ്ട, എനിക്ക് ആരാന്നൊന്നും അറിയണ്ട, പക്ഷേ ഇത് ചെയ്തവരാരായാലും നന്നായിട്ടില്ല എന്നുള്ള രീതി പറയണം. എനിക്ക് അപ്പാനിൽ തന്നെയാണ് സംശയം. പിന്നെ അവരെല്ലാവരും കൂടെ ചേർന്ന് ചെയ്തതാവാനും മതി. നെവിൻ്റെ ഒന്നും അനക്കം ഇപ്പം ഇല്ല. നെവിൻ ഇപ്പം പെട്ടെന്ന് കയറി അനുമോളുടെ ഇത് കെട്ടിത്തൂക്കാൻ മാത്രമുള്ള ദേഷ്യവും പ്രത്യേകിച്ച് നെവിനൊന്നും ഇല്ല. അപ്പം അപ്പാനി വിചാരിച്ച കാര്യം നടക്കാതെ അല്ലെങ്കിൽ അനുമോളെ നെഗറ്റീവ് ആക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പാനി ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ പോയപ്പോൾ അപ്പാനിയുടെ ദേഷ്യം കൊണ്ട് അപ്പാനി ചെയ്തതാവാനുള്ള സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ആര്യനായിരിക്കും. ആരാണെങ്കിലും എന്താണെങ്കിലും അനുമോൾ അങ്ങോട്ടൊന്നും പോയിട്ടല്ല ഈ ചെയ്യുന്നത്. ഇത് മനഃപൂർവ്വം മെൻ്റലി ഉള്ള ഒരു ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആരും കളിയാക്കണം, നീ നന്നായിട്ട് കളിച്ചില്ലെങ്കിലും പ്ലാച്ചി ഇത്രയും ദിവസം കൊണ്ട് നന്നായിട്ട് കളിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ അനുമോളെ ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അനുമോൾക്ക് നല്ല വിഷമമായിട്ടുണ്ട്.